ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ പ്രസ്താവമാണല്ലോ. അദ്ദേഹം ഡിസംബർ 8 ഒരു വിവാദ പ്രസംഗം നടത്തുന്നു. VSPയുടെ ഒരു പരിപാടിയിൽ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ മുന്നോട്ട് വെച്ചത്. അന്ന് തന്നെ അത് വലിയ വിവാദമായൊരു ചർച്ചയായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ ഭൂരിപക്ഷത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കും രാജ്യം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഭൂരിപക്ഷം നേടിയ ആളുകൾ ഭരിക്കും എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അത് പറയാനായിട്ടൊരു ജഡ്ജി പുറത്തു വരേണ്ട കാര്യമില്ല, അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഭൂരിപക്ഷത്തിൻ്റെ ഹിതം എന്താണോ അതനുസരിച്ചായിരിക്കും രാജ്യം പ്രവർത്തിക്കുക എന്നാണ്. നോക്കൂ, നമ്മുടെ ഭരണഘടന എന്താണ് വിഭാവന ചെയ്തിരിക്കുന്നത്? ഭരണഘടനയുടെ മുമ്പിൽ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ ഇല്ല. എല്ലാവർക്കും തുല്യ അവകാശം ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ജഡ്ജിയാണ് പറയുന്നത് ഭൂരിപക്ഷത്തിന് ഇവിടെ ചില അവകാശങ്ങൾ ഉണ്ടെന്നും അതിനനുസരിച്ചാണ് ഈ രാജ്യം പ്രവർത്തിക്കുക എന്നും. അവിടെ തന്നെ ഭരണഘടനാ ലംഘനം ആ ജഡ്ജി നടത്തിയിരിക്കുന്നു എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ആ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഹമാരാ ഗീത തുമാരാ ഖുറാൻ എന്നാണ് പറയുന്നത്. ഹമാരാ ഗീത, എൻ്റെ ഗീത നിങ്ങളുടെ ഖുറാൻ എന്ന് പറയുന്നിടത്ത് തന്നെ ഒരു ഡിവിഷൻ കൊണ്ടുവരികയാണ്. അതും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? അത് ആളുകൾക്കിടയിൽ ഒരു വിഭജനം ഉണ്ടാക്കുകയാണ് മതത്തിൻ്റെ പേരിൽ. അതും ഒരു ജഡ്ജി ചെയ്യാൻ പാടില്ല. എന്ന് മാത്രവുമല്ല, ഒരു വിഭാഗത്തെ ഹിംസയുടെ വക്താക്കളായി അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ മുസ്ലിം കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വന്നാൽ അവരാരും ടോളറൻ്റായി വളർന്നു വരും, സഹാനുഭൂതിയോടുകൂടി സഹിഷ്ണുതയോടുകൂടി വളർന്നു വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല.